ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പഴേ എടുത്ത് കുത്തിക്കോ, കാരണം നല്ല ഒന്നാന്തരം തെറിവിളികളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോണത്. സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ. എനിക്ക് മയിരാണ്, മയിര്. ഓക്കെ, കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാ കാണിക്കുന്നേ. ഞാൻ എന്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല. എന്റെ ചുണ്ട് ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ കടിക്കില്ലെന്ന് പറഞ്ഞു. അതാണ് എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം ഉണ്ട്. അത് മതി സാർ. അത് ലൈവ്, അതാണ് എടുത്തോണ്ട് പോയേക്കുന്നത്. സോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. വന്ന വഴി മറക്കരുതല്ലോ. ഇത് കെട്ടുപൊട്ടിയ കേസാ. കെട്ടുമുറുകുന്നതിന്റെ സ്ഥലം വിടാൻ പാ. ഐ എം സോ ഹാപ്പി. എനിക്ക് എന്ത് കുഴപ്പം? എനിക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി. ആര് പരിപാടി കാണിച്ചെന്നാ നീ പറയുന്നത്? എടി പോടി നീ എന്നൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കുക. സബ് കളഞ്ഞിട്ട് പോക്കോ കേട്ടാ. ഞാൻ അവസാനമായിട്ട് പറയാണ്, വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. ഈ ലൈവ് ഇറങ്ങി എനിക്ക് മയിരാണ്. കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ. എനിക്ക് മയിരാണ്, മയിര്. ഓക്കെ, സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്നത് കേൾക്കാൻ സൗകര്യമില്ല. ലൈവ് കയറി കണ്ട് ആസ്വദിച്ച് സ്ക്രീൻഷോട്ട് എടുത്തവന്മാരാണല്ലോ ഈ പരിപാടി കാണിച്ചത്. സോ എനിക്കതൊന്നും വിഷയമല്ല. ഇതെങ്ങനെ ആസ്വദിക്കാൻ പറ്റി? ഈ രേണു 1 വീതം 3 നേരം കണ്ടാസ്വദിച്ചു. ഇതെങ്ങനെ ആസ്വദിക്കും ഈ സാധനം? എന്ത് വൃത്തിയോടാണ് നിങ്ങൾ കാണിക്കുന്നത്? ബോഡി സെക്സി ബോഡിയാണ്. എന്റെ ബോഡി കണ്ടിട്ട് എനിക്ക് ഒന്നും തോന്നുന്നില്ല. എന്തോന്ന്? എന്റെയോ ഛർദിക്കാൻ തോന്നുന്നു. ഇത് ആസ്വദിക്കുന്നവന്മാരെ നമ്മൾ വിവി പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊണ്ടാക്കണം. നിനക്കൊക്കെ എന്തോ മാനസിക പ്രശ്നമുണ്ട് ഇമാതിരി സാമാനങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ. എനിക്ക് കയ്യിലിരിപ്പൊക്കെ അറിയാം. ഒരു കോലുമ തുണി വെച്ചാൽ പോയാ മതി, അപ്പോഴേക്ക് ഇയാൾ പുറകെ പൊക്കോളും. ലെമ്പടൻ പാവം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിച്ചു പോവാം.